ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാനൊരു ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. സാധാരണ എല്ലാവരും കടലമാവ് ഉപയോഗിച്ചാണല്ലോ ലഡു തയ്യാറാക്കുന്നത്. എന്നാൽ ഞാനിത് തയ്യാറാക്കുന്നത് നുറുക്ക് ഗോതമ്പ് ഉപയോഗിച്ചാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ലഡു തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ റേഷൻ കടയിൽ നിന്ന് കിട്ടിയിട്ടുള്ള നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ആ ഗോതമ്പ് ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കി എടുത്തതാണ്. അത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഗോതമ്പ് എടുത്ത അതേ അളവിൽ തന്നെ ഞാൻ തേങ്ങായും എടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാം. തേങ്ങ കൂടുതൽ എടുക്കുമ്പോൾ അതുപോലെ ടേസ്റ്റും കാണും. പിന്നെ 1/4 കപ്പ് റവ എടുത്തിട്ടുണ്ട്. 3/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. പാൽ ഞാൻ തിളപ്പിച്ച പാലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഒരു 3/4 കപ്പ് പഞ്ചസാര വേണം. ഒരു 3-4 ഏലക്കായും കൂടെ വേണം. ആദ്യമേ നമുക്ക് ഈ നുറുക്ക് ഗോതമ്പ് ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പോൾ നമ്മൾ സാധാരണ അരിയൊക്കെ വറുത്തെടുക്കുന്ന പോലെ തന്നെ വറുത്തെടുത്താൽ മതി. കരിയാതെ വറുത്തെടുക്കണം. ഇപ്പോൾ ഗോതമ്പ് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാകും. ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചേക്കാം. പിന്നെ നമുക്ക് ഈ പാനിലോട്ട് തന്നെ തേങ്ങായും കൂടെ ഒന്ന് വറുത്തെടുക്കണം. തേങ്ങ ഒരുപാടൊന്നും വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മാത്രം മതിയാവും. ഇനി ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് ഏലക്കായും പഞ്ചസാരയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ പഞ്ചസാര പൊടിച്ചത് നമുക്ക് മാറ്റി വെച്ച ശേഷം ആ ജാറിലോട്ട് തന്നെ നമുക്ക് ഗോതമ്പ് കൂട്ടി കൊടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിലോട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ലഡുവിൻ്റെ കളറിന് വേണ്ടിയിട്ടാണ്. ഈ പൊടിച്ചതെല്ലാം നമ്മൾ വേറെ വേറെ തന്നെ വെക്കണം. ഒരുമിച്ചല്ല പൊടിക്കേണ്ടത്. പിന്നെ നമുക്ക് ഇതിലോട്ട് തേങ്ങയും കൂടെ ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ തേങ്ങയും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച നുറുക്ക് ഗോതമ്പ് ഒന്ന് ഇതിലോട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് 2 മിനിറ്റ് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കളറൊക്കെ ചേഞ്ച് ആകുമ്പോൾ നമുക്ക് നേരത്തെ എടുത്ത് വെച്ച 1/4 കപ്പ് റവ ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. റവയും കൂടെ ഇട്ട് 2 മിനിറ്റ് ഇളക്കിയ ശേഷം നമുക്ക് ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച പഞ്ചസാര ഏലക്കായും കൂടെ പൊടിച്ച് വെച്ചത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കിയ ശേഷം നമുക്ക് ഇതിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങയും കൂടെ നന്നായിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് നേരത്തെ തിളപ്പിച്ച് വെച്ച പാല് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പാൽ ആഡ് ചെയ്യുമ്പോൾ കുറേശ്ശായിട്ട് ആഡ് ചെയ്തത് മിക്സ് ചെയ്തെടുക്കാൻ നോക്കണം. ഇപ്പോൾ ഞാൻ 3/4 കപ്പ് പാല് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് ചെറിയ ചൂടോടെ തന്നെ നമുക്കിത് കയ്യിലിട്ട് അങ്ങനെ റോൾ ചെയ്തെടുക്കണം. അപ്പോൾ ലഡുവിൻ്റെ ആ വലുപ്പത്തിൽ വേണം ഇത് റോൾ ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാനൊരു ഉണക്കമുന്തിരിയും കൂടെ ഇതുപോലെ ഒന്ന് ഭംഗിക്ക് വേണ്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മുടെ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.